നമസ്കാരം. ലെബനിലെ എല്ലാ പ്രദേശങ്ങളിലും സൈന്യത്തെ വിന്യസിച്ചതായി അറിയിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ജോസഫ് ഔണ. ബെയ്റൂട്ടിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം. ലെബനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. നവംബറിലെ വെടിനിർത്തലിന് ശേഷം വീണ്ടും മേഖലയിൽ അശാന്തി പടരുകയാണ്. വെടിനിർത്തൽ കരാറ് നടപ്പിലാക്കിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബെയ്റൂട്ട് ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു പ്രതികരണം. ഭീഷണിയുണ്ടായാൽ ലെബനിലെ എല്ലായിടത്തും ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമവാക്യം മാറി. ഞങ്ങളുടെ സമൂഹത്തിന് നേരെ ഒരു വെടിവയ്പും അനുവദിക്കില്ല. ഞങ്ങളുടെ എല്ലാ ജനങ്ങളും സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങുമെന്ന് ഉറപ്പാക്കുമെന്നാണ് നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത്. ലെബനനിൽ ഇന്നലെ 15 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിൽ ഡ്രോൺ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കേന്ദ്രവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ ആരോപണം. ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നത്. ഇസ്രയേൽ ഗാസയിലും ആക്രമണം തുടരുകയാണ്. ഇസ്രയേൽ മാർച്ച് 18 യുദ്ധം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ 921 പേർ കൊല്ലപ്പെട്ടെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 25 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. 2023 മുതൽ ഒക്ടോബർ 7 മുതലുള്ള കണക്കെടുത്താൽ 50,277 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിൽ ശക്തമായ വ്യോമാക്രമണമായിരുന്നു ഇസ്രയേൽ വ്യോമസേന നടത്തിയത്. നവംബറിൽ ഇസ്രയേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ സേന വൻ വ്യോമാക്രമണം നടത്തിയത്. ഡ്രോണുകൾ സൂക്ഷിക്കുന്ന ഹിസ്ബുള്ള താവളങ്ങൾക്കു നേരെയാണ് ബോംബ് വർഷിച്ചതെന്ന് ഇസ്രയേൽ സേന അറിയിച്ചിട്ടുണ്ട്. ലെബനിലെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിൽ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് പുക ഉയരുന്നത് കാണാമായിരുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെബനൻ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിന്ന് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികളും പറയുന്നുണ്ട്. ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമാക്രമണം. കഴിഞ്ഞ നവംബറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബൈറൂത്തിലേക്ക് ഇസ്രയേൽ നടത്തിയത്. ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ പ്രയോഗിച്ചു എന്നാരോപിച്ചാണ് ഇസ്രയേൽ കടുത്ത പ്രത്യാക്രമണം നടത്തിയത്. അതേസമയം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ള നിഷേധിക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ നവംബറിലാണ് ഒരു വർഷത്തോളം നീണ്ട കടുത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളയും ഇസ്രയേലും വെടിനിർത്തൽ കരാറിലെത്തിയത്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ ഇസ്രയേൽ വധിച്ചിരുന്നു.